1960 അലാസ്കയും ഹവായിയും US സ്റ്റേറ്റിൽ ചേർത്തു. പക്ഷേ അമേരിക്കയുടെ തന്നെ സൃഷ്ടാക്കളായ ദി ഫൗണ്ടിംഗ് ഫാദേഴ്സ് ഓഫ് അമേരിക്ക 250 സെക്ടറായി വിഭജിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസിലെയും കോണ്ടിനെന്റൽ ആർമിയിലെയും ആളുകൾ മുതൽ അമേരിക്കയുടെ എക്കണോമി, മിലിറ്ററി, ഹൈ ഗവൺമെന്റ്, റിസർച്ച് വിംഗ് വരെ നിയന്ത്രിക്കുന്ന ആളുകളുണ്ടായിരുന്നു. 250 സെക്ടറിനുമായി 5 മെയിൻ ലീഡർമാർ ഉണ്ടായിരുന്നു. ദി 5 മെൻ സുപ്രീം കൗൺസിൽ, ഓരോരുത്തർക്കും താഴെ 50 സെക്ടേഴ്സ്. ഓരോ സെക്ടറിനും അവരുടെ കീഴിൽ ആ ഏരിയയിലെ ഏറ്റവും വലിയ ശക്തനായ നേതാക്കളും. 1990കളിൽ ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ തന്നെ അവർക്ക് കൺട്രോൾ വന്നു. അങ്ങനെ അവർ ഫെഡറേഷൻ ഓഫ് ഡെവലപ്ഡ് നേഷൻസ് ഉണ്ടാക്കി. ലോകം മുഴുവൻ ഭരിക്കുന്ന ഒരു യുണൈറ്റഡ് ഗവൺമെന്റ് റൂൾ സ്വപ്നം കണ്ടു തുടങ്ങി. 2025 നടന്ന ഒബ്സ്ക്യൂർ ഇവന്റ്സിന് പിന്നിലും ഇവർ തന്നെ. റെസിസ്റ്റൻസ് ഫോഴ്സിന്റെ പ്രധാന ശത്രുക്കൾ. ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് തടയാനായി അമേരിക്ക ഉണ്ടാക്കിയതാണ് JSOCനെ, ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ്. എന്നാൽ മെയ് 2011 നെപ്റ്റ്യൂൺ സ്പിയർ ഓപ്പറേഷന് ശേഷം അമേരിക്കയിലെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് വളരെ ലോ ആയി. ജിഹാദ് യൂണിയൻ എന്ന ഇമാജിനറി ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ലേബലിൽ അവർ പലരെയും കൊന്നെങ്കിലും ഒരുപാട് നാളത് പിടിച്ചു നിർത്താൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല. അങ്ങനെ JSOC പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അമേരിക്കൻ ഗവൺമെന്റിന്റെ ഈ അവസ്ഥ ഒരു പറ്റിയ അവസരമായി കണ്ട് FODN JSOC പിരിച്ചുവിടരുതെന്നും അമേരിക്കയുടെ ബലമാണ് നശിക്കുന്നതെന്നും കാണിച്ച് ഫണ്ട് ചെയ്യാൻ തയ്യാറായി. വളരെ ശക്തരായ FODNന് ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ എന്ത് പാട്. അങ്ങനെ $90 മില്യൺ ആദ്യ ട്രാൻസാക്ഷനിൽ തന്നെ കോസ്റ്റ് എഫിഷ്യന്റ് ആക്കാൻ അവരൊരു കണ്ടീഷൻ വെച്ചു. മിസൈൽസിന് പകരം ബയോഗ്യാസ് വെപ്പൺസ്. വളരെ ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സിറ്റിക്ക് വേണ്ടി ട്രയൽ റൺ നടത്താൻ അവർ അന്വേഷണം തുടങ്ങി. അങ്ങനെ ചൈനയും കടന്ന് അവർ ഇന്ത്യയിലെ ഒരു സിറ്റി തിരഞ്ഞെടുത്തു. ഭാവിയിൽ കോമ്പൗണ്ട് എന്നറിയപ്പെട്ട ഡോക്ടർ വിനോദ് പ്രഭാകരനെ അവർ അവിടുത്തെ വൈറൽ വെപ്പൺ റിസർച്ച് ഹെഡ് എന്ന രീതിക്ക് ജനസിസ് ബയോടെക്സിലേക്ക് അയച്ചു. എല്ലാം തുടങ്ങി വെച്ച ആ സിറ്റി മറൈൻ സിറ്റി.